ശാന്തി 28/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അന്തർമുഖിയാകൂ. അതിനർത്ഥം നിശബ്ദമായി ഇരിക്കൂ. വായ്കൊണ്ട് ഒന്നും പറയേണ്ടതില്ല. ഓരോ കാര്യവും ശാന്തതയോടെ ചെയ്യൂ. ഒരിക്കലും അശാന്തി വ്യാപിപ്പിക്കാതിരിക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങളെ ദരിദ്രം ആക്കുന്ന ഏറ്റവും വലിയ ശത്രു ആരാണ്? ഉത്തരം: ക്രോധം. എവിടെ ക്രോധമുണ്ടോ അവിടെ ജലത്തിൻ്റെ മൺകുടം പോലും വറ്റിപ്പോകുന്നു എന്ന് പറയാറുണ്ട്. ഭാരതത്തിൻ്റെ മൺകുടം വജ്രവൈഢൂര്യങ്ങളാൽ നിറഞ്ഞതായിരുന്നു. അത് ഈ ഭൂതം കാരണം ശൂന്യമായിരിക്കുന്നു. ഈ ഭൂതങ്ങൾ തന്നെയാണ് നിങ്ങളെ ദരിദ്രമാക്കിയത്. ക്രോധിയായ മനുഷ്യൻ സ്വയമേ തപിക്കുന്നു, മറ്റുള്ളവരെയും തപിപ്പിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഈ ഭൂതങ്ങളെ അന്തർമുഖിയായി നീക്കം ചെയ്യൂ. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, അന്തർമുഖിയാകൂ. അന്തർമുഖത എന്നാൽ യാതൊന്നും സംസാരിക്കാതിരിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ ഇരുന്ന് ഈ ശിക്ഷണം കുട്ടികൾക്ക് നൽകുന്നു. ഇതിൽ മറ്റൊന്നും സംസാരിക്കേണ്ടതില്ല. കേവലം അറിവ് നൽകപ്പെടുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇങ്ങനെ കഴിയണം. ഇതാണ് മന്മനാഭവ. എന്നെ ഓർമ്മിക്കൂ. ഇതാണ് ആദ്യത്തെ മുഖ്യ പോയിന്റ്. കുട്ടികളായി നിങ്ങൾ വീട്ടിൽ ക്രോധിക്കാനും പാടില്ലാത്തതാണ്. ക്രോധം ഇങ്ങനെയുള്ളതാണ്. അത് ജലത്തിൻ്റെ മൺകുടത്തെയും വറ്റിക്കുന്നു. ക്രോധിയായ മനുഷ്യൻ അശാന്തി പരത്തുന്നു. അതിനാൽ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുമ്പോൾ ശാന്തിയിൽ ഇരിക്കണം. ആഹാരം കഴിച്ച ശേഷം തൻ്റെ ജോലിയിലേക്ക് അഥവാ ഓഫീസിലേക്കും മറ്റും പോകണം. അവിടെയും സൈലൻസിൽ ഇരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ശാന്തി വേണം എന്നെല്ലാവരും പറയുന്നു. ഇത് കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശാന്തിയുടെ സാഗരം ഒരു ബാബ തന്നെയാണ്. ബാബ തന്നെയാണ് ഡയറക്ഷൻ നൽകുന്നത്. എന്നെ ഓർമ്മിക്കൂ. ഇതിൽ സംസാരിക്കേണ്ട യാതൊന്നുമില്ല. അന്തർമുഖമായി ഇരിക്കണം. ഓഫീസിലും മറ്റും തൻ്റെ ജോലിയും ചെയ്യണം. അപ്പോൾ ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. തീർത്തും മധുരമാകണം. ആർക്കും ദുഃഖം നൽകരുത്. അടികൂടുന്നതും മറ്റുമെല്ലാം ക്രോധമാണ്. ഏറ്റവും വലിയ ശത്രുവാണ് കാമം. പിന്നെ രണ്ടാമത്തെ നമ്പറാണ് ക്രോധം. പരസ്പരം ദുഃഖമുണ്ടാക്കുന്നു. ക്രോധത്തിലൂടെ എത്ര വഴക്കുകൾ ഉണ്ടാകുന്നു. കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ വഴക്കുകൾ ഉണ്ടാകുന്നില്ല. ഇത് രാവണത്വത്തിൻ്റെ അടയാളമാണ്. ക്രോധമുള്ളവരെയും ആസുരീയ സമ്പ്രദായം എന്ന് പറയുന്നു. ഭൂതത്തിൻ്റെ പ്രവേശനമുണ്ടല്ലോ. ഇതിൽ യാതൊന്നും സംസാരിക്കേണ്ടതില്ല. കാരണം ആ മനുഷ്യർക്കാണെങ്കിൽ ജ്ഞാനമേ ഇല്ല. അവർ ക്രോധിക്കും. ക്രോധിക്കുന്നവരോട് ക്രോധിക്കുന്നതിലൂടെ വഴക്കുണ്ടാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് വളരെ കടുത്ത ഭൂതമാണ്. ഇതിനെ യുക്തിപൂർവം ഓടിക്കണം. വായിൽ നിന്നും ഏതെങ്കിലും കയ്പുള്ള വാക്കുകൾ വരാൻ പാടില്ല. ഇത് വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. വിനാശവും ക്രോധത്തിലൂടെ തന്നെയാണല്ലോ ഉണ്ടാകുന്നത്. ഏതെല്ലാം വീട്ടിൽ ക്രോധമുണ്ടോ അവിടെ അശാന്തി വളരെയധികം ഉണ്ടായിരിക്കും. ക്രോധിച്ചുവെങ്കിൽ നിങ്ങൾ ബാബയുടെ പേരിന് ദുഷ്പേരുണ്ടാക്കും. ഈ ഭൂതങ്ങളെ ഓടിക്കേണ്ടതുണ്ട്. ഒരു തവണ ഓടിച്ചുവെങ്കിൽ പിന്നെ പകുതി കൽപ്പത്തേക്ക് ഈ ഭൂതം ഉണ്ടായിരിക്കുകയില്ല. ഈ 5 വികാരങ്ങൾ ഇപ്പോൾ ഫുൾ ഫോഴ്സിലാണ്. വികാരം ഫുൾ ഫോഴ്സിലായിരിക്കുന്ന ഇങ്ങനെയുള്ള സമയത്ത് തന്നെയാണ് ബാബ വരുന്നത്. ഈ കണ്ണുകൾ വളരെയധികം ക്രിമിനലാണ്. വായും ക്രിമിനലാണ്. ഉച്ചത്തിൽ സംസാരിക്കുന്നതിലൂടെ മനുഷ്യൻ തപിക്കുന്നു. വീടിനെയും തപിപ്പിക്കുന്നു. കാമവും ക്രോധവും ഇവ രണ്ടും വലിയ ശത്രുക്കളാണ്. ക്രോധമുള്ളവർക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല. ഓർമ്മിക്കുന്നവർ സദാ ശാന്തിയിലിരിക്കും. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, എന്നിൽ ഭൂതം ഇല്ലല്ലോ. മോഹത്തിൻ്റെയും ലോഭത്തിൻ്റെയും ഭൂതമുണ്ട്. ലോഭത്തിൻ്റെ ഭൂതവും നിസ്സാരമല്ല. ഇതെല്ലാം ഭൂതമാണ്.
കാരണം രാവണസേനയാണ്. ബാബ കുട്ടികൾക്ക് ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു. എന്നാൽ കുട്ടികൾ ഇതിൽ വളരെയധികം കുഴങ്ങിപ്പോകുന്നു. മനസ്സിലാക്കുന്നില്ല, കാരണം വളരെയധികം ഭക്തി ചെയ്തിരിക്കുന്നുവല്ലോ. ഭക്തി ദേഹാഭിമാനമാണ്. പകുതി കൽപ്പം ദേഹാഭിമാനം ഉണ്ടായിരുന്നു. ബഹിർമുഖത ഉള്ളത് കാരണം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബാബ വളരെയധികം ഊന്നൽ നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പക്ഷേ വരുന്നതേയില്ല. മറ്റെല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നുമുണ്ട്. പിന്നെ പറയുന്നു, എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്? ഒരു വസ്തുവും കാണപ്പെടുന്നില്ല. അവർക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ് എന്നതും അറിയുന്നു. വായികൊണ്ട് ശിവ ശിവ എന്ന് പറയേണ്ടതില്ല. ഞാൻ ആത്മാവാണ് എന്ന് ഉള്ളിൽ അറിയുന്നുണ്ടല്ലോ. മനുഷ്യർ ശാന്തി യാചിക്കുന്നു. ശാന്തിയുടെ സാഗരം ആ പരമാത്മാവ് തന്നെയാണ്. സമ്പത്തും ആ ഒന്ന് തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ശാന്തി ഉണ്ടാകും. ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മവും വിനാശമാകും. ബാക്കി ഒരു വസ്തുവുമില്ല. ഇത്രയും വലിയ ലിംഗമൊന്നുമല്ല. ആത്മാവ് ചെറുതാണ്, ബാബയും ചെറുതാണ്. എല്ലാവരും ഓർമ്മിക്കുന്നു, ഹേ ഭഗവാനെ, ഹേ ഗോഡ്. ഇതാരാണ് പറയുന്നത്? ആത്മാവാണ് പറയുന്നത്. തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നു. അപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, മന്മനാഭവ, മധുരമധുരമായ കുട്ടികളെ, അന്തർമുഖമായി ഇരിക്കൂ. ഈ എന്തെല്ലാം കാണുന്നുവോ അത് ഇല്ലാതാകേണ്ടതുണ്ട്. പിന്നെ ആത്മാവ് ശാന്തിയിലിരിക്കുന്നു. ആത്മാവിന് ശാന്തി ധാമത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. എപ്പോൾ വരെ ആത്മാവ് പവിത്രമായില്ലയോ അതുവരെയും ശാന്തിധാമത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഋഷി മുനിമാരും മറ്റും എല്ലാം പറയുന്നു, ശാന്തി എങ്ങനെ ലഭിക്കും? ബാബയാണെങ്കിൽ സഹജ യുക്തി പറഞ്ഞു തരുന്നു. എന്നാൽ കുട്ടികളിൽ ധാരാളം പേരുണ്ട്, അവർ ശാന്തിയിലിരിക്കുന്നില്ല. ബാബയ്ക്കറിയാം, വീട്ടിൽ കഴിയുന്നു, തീർത്തും ശാന്തമായിരിക്കുന്നില്ല. സെൻറ്റേഴ്സിൽ അല്പം സമയത്തേക്ക് പോകുന്നു. ഉള്ളിൽ ശാന്തമായി ബാബയെ ഓർമ്മിക്കണം. അതില്ല. മുഴുവൻ ദിവസവും വീട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സെൻറ്ററിൽ വന്നാൽ തന്നെയും ശാന്തിയിലിരിക്കാൻ സാധിക്കുന്നില്ല. ചിലർക്ക് ദേഹത്തോട് സ്നേഹമുണ്ടായിരിക്കുകയാണ്. അവരുടെ മനസ്സ് ഒരിക്കലും ശാന്തമാവുക സാധ്യമല്ല. അവരുടെ തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യരിൽ 5 ഭൂതങ്ങളുണ്ട്. ഇന്നയാളിൽ ഭൂതത്തിൻ്റെ പ്രവേശനമുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഈ ഭൂതങ്ങൾ തന്നെയാണ് നിങ്ങളെ ദരിദ്രമാക്കിയത്. അത് പൊതുവെ ഒരു ഭൂതമായിരിക്കും. അതും ചിലപ്പോൾ പ്രവേശിക്കുന്നു. ബാബ പറയുന്നു, ഈ 5 ഭൂതങ്ങളുടെ പ്രവേശനം ഓരോരുത്തരിലുമുണ്ട്. ഈ ഭൂതങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിളിക്കുന്നത്. ബാബ വന്നു നമുക്ക് ശാന്തി നൽകൂ. ഈ ഭൂതങ്ങളെ ഓടിക്കാനുള്ള യുക്തി പറഞ്ഞു തരൂ. ഈ ഭൂതമാണെങ്കിൽ എല്ലാവരിലുമുണ്ട്. ഇത് രാവണ രാജ്യമാണല്ലോ. ഏറ്റവും കടുത്ത ഭൂതമാണ് കാമവും ക്രോധവും. ബാബ വന്ന് ഭൂതങ്ങളെ ഓടിക്കുന്നു. അപ്പോൾ അതിനുള്ള പ്രതിഫലമായി എന്തെങ്കിലും ലഭിക്കണമല്ലോ. അവരാണെങ്കിൽ ഭൂതപ്രേതങ്ങളെ ഓടിക്കുന്നു. യാതൊന്നും ലഭിക്കുന്നില്ല. കുട്ടികൾ ഇതറിയുന്നുണ്ട്. ബാബ മുഴുവൻ വിശ്വത്തിൽ നിന്നും ഭൂതങ്ങളെ ഓടിക്കുന്നതിനായി വരുന്നു. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലും എല്ലാവരിലും ഭൂതങ്ങളുടെ പ്രവേശനമുണ്ട്. ദേവതമാരിൽ ഒരു ഭൂതവുമില്ല. ദേഹാഭിമാനത്തിൻ്റേതുമില്ല. കാമക്രോധ ലോഭ മോഹവുമില്ല. യാതൊന്നുമില്ല. ലോഭത്തിൻ്റെ ഭൂതവും നിസ്സാരമല്ല. ഈ മുട്ട കഴിക്കട്ടെ, അത് കഴിക്കട്ടെ, ഇങ്ങനെ ധാരാളം പേരിൽ ഭൂതമുണ്ട്. സ്വയം ഉള്ളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മളിൽ കാമത്തിൻ്റെ ഭൂതമുണ്ട്, ക്രോധത്തിൻ്റെ ഭൂതമുണ്ട്. അപ്പോൾ ഈ ഭൂതങ്ങളെ നീക്കം ചെയ്യുന്നതിനായി ബാബ എത്ര തലയിട്ടടിക്കുന്നു. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ആശ്ലേഷിക്കട്ടെ, ഇത് ചെയ്യട്ടെ എന്ന് ആഗ്രഹമുണ്ടാകുന്നു. പിന്നെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതായി പോകുന്നു. ക്രോധമുള്ളവരുടേതും ഈ അവസ്ഥയാണ്. ക്രോധത്തിൽ വന്ന്
പിതാവ് കുട്ടികളെ അടിക്കുന്നു, കുട്ടികൾ പിതാവിനെ അടിക്കുന്നു, സ്ത്രീ പതിയെ കൊല്ലുന്നു. ജയിലിൽ പോയി നിങ്ങൾ നോക്കൂ, എങ്ങനെയെല്ലാമുള്ള കേസാണുള്ളത്. ഈ ഭൂതങ്ങളുടെ പ്രവേശനം കാരണം ഭാരതത്തിൻ്റെ എന്തവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ വലിയ മൺകുടം സ്വർണവും വജ്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിപ്പോൾ ശൂന്യമായിരിക്കുന്നു. ക്രോധം കാരണം ജലത്തിൻ്റെ മൺകുടം പോലും വറ്റിപ്പോകുന്നതായി പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഭാരതത്തിനും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇതും ആരും അറിയുന്നില്ല. ബാബ തന്നെയാണ് ഭൂതങ്ങളെ നീക്കം ചെയ്യുന്നതിനായി വരുന്നത്. അത് മറ്റൊരു മനുഷ്യനും നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ 5 ഭൂതങ്ങൾ വളരെ ശക്തിശാലിയാണ്. പകുതി കൽപ്പമായി ഇതിൻ്റെ പ്രവേശനം നിലനിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലർ പവിത്രമായി ഇരിക്കുന്നുണ്ട് എങ്കിൽ പോലും ജന്മം വികാരത്തിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. ഭൂതം തന്നെയാണല്ലോ. 5 ഭൂതങ്ങൾ ഭാരതത്തെ തീർത്തും ദരിദ്രമാക്കി മാറ്റി. ഡ്രാമ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്? അത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭാരതം ദരിദ്രമായിരിക്കുകയാണ്. അത് വിദേശത്ത് നിന്നും കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തെക്കുറിച്ച് തന്നെയാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ പഠനത്തിലൂടെ എത്ര ധനം ലഭിക്കുന്നു? ഇത് അവിനാശി പഠനമാണ്. അത് അവിനാശിയായ ബാബ പഠിപ്പിക്കുന്നു. ഭക്തിമാർഗത്തിൽ എത്ര സാമഗ്രികളുണ്ട്. ബാബ ബാല്യത്തിലെ ഗീത പഠിക്കുമായിരുന്നു. നാരായണൻ്റെ പൂജ ചെയ്തിരുന്നു. അറിവ് യാതൊന്നുമില്ലാതിരുന്നു. ഞാൻ ആത്മാവാണ്, അതെൻ്റെ പിതാവാണ്. ഇതും മനസ്സിലാക്കിയിരുന്നില്ല. അതിനാൽ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. നിങ്ങളും ഭക്തിമാർഗത്തിൽ ഓർമ്മിച്ചു വന്നുവല്ലോ. ഹേ ഭഗവാനെ, വരൂ, ലിബറേറ്റ് ചെയ്യൂ, നമ്മുടെ ഗൈഡാകൂ. ഗൈഡിനെ ലഭിക്കുന്നത് മുക്തിക്കും ജീവൻ മുക്തിക്കും വേണ്ടിയാണ്. ബാബ ഈ പഴയ ലോകത്തോട് വെറുപ്പ് വരുത്തുന്നു. ഈ സമയത്ത് എല്ലാവരുടെയും ആത്മാക്കൾ കറുപ്പാണ്. അതിന് വെളുത്ത ശരീരം എങ്ങനെ ലഭിക്കും? ചർമ്മം എത്ര തന്നെ വെളുത്തതായിരുന്നാലും ആത്മാവ് കറുത്തതാണല്ലോ. ആരാണോ വെളുത്ത സുന്ദരമായ ശരീരമുള്ളവർ അവർക്ക് തൻ്റെ എത്ര ലഹരിയാണുള്ളത്. ആത്മാവ് എങ്ങനെയാണ് വെളുപ്പാകുന്നത് എന്നത് മനുഷ്യർക്ക് അറിയുകയില്ല. അതിനാൽ അവരെ നാസ്തികർ എന്ന് പറയുന്നു. ആരാണോ തൻ്റെ പിതാവായ രചയിതാവിനെയും രചനയെയും അറിയാത്തത് അവരാണ് നാസ്തികർ. ആര് അറിയുന്നോ അവർ ആസ്തികരായി. ബാബ എത്ര നല്ല രീതിയിലിരുന്ന് കുട്ടികളായി നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു. ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മളിൽ എത്രത്തോളം ശുദ്ധിയുണ്ട്, എത്രത്തോളം നമ്മൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ഓർമ്മയുടെ ബലത്തിലൂടെ തന്നെയാണ് രാവണൻ്റെ മേൽ വിജയം നേടേണ്ടത്. ഇതിൽ ശരീരത്തിൻ്റെ ബലവാനാകുന്നതിൻ്റെ കാര്യമേയില്ല. ഈ സമയത്ത് ഏറ്റവും ബലവാൻ അമേരിക്കയാണ്. കാരണം അവരുടെ അടുക്കൽ ധനസമ്പത്ത്, വെടിക്കോപ്പ് മറ്റും ധാരാളമുണ്ട്. അപ്പോൾ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഭൗതിക ബലമായി. നമ്മൾ വിജയിയാകണം എന്നത് ബുദ്ധിയിലുണ്ട്. നിങ്ങളുടേതാണെങ്കിൽ ആത്മീയ ബലമാണ്. നിങ്ങൾ രാവണൻ്റെ മേൽ ജയം നേടുന്നു. അതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. നിങ്ങളുടെ മേൽ ആർക്കും ജയം നേടാൻ സാധിക്കില്ല. പകുതി കൽപ്പത്തേക്ക് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. മറ്റാർക്കും ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. നിങ്ങൾ എന്താകുന്നു? ഒരല്പം ചിന്തിക്കൂ. ബാബയെ ആണെങ്കിൽ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കേണ്ടതുണ്ട്. സ്വദർശന ചക്രധാരിയും ആകേണ്ടതുണ്ട്. സ്വദർശന ചക്രത്തിലൂടെ വിഷ്ണു എല്ലാവരുടെയും ശിരസ് ഛേദിച്ചു എന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ഇതിൽ ഹിംസയുടെ കാര്യമേ ഇല്ല. അപ്പോൾ മധുരമായ കുട്ടികളോട് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്തായിരുന്നു? ഇപ്പോൾ തൻ്റെ അവസ്ഥ നോക്കൂ. നിങ്ങൾ എത്ര തന്നെ ഭക്തി ചെയ്തിരുന്നു എങ്കിൽ പോലും ഭൂതങ്ങളെ നീക്കം ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ അന്തർമുഖരായി നോക്കൂ. നമ്മളിൽ ഏതെങ്കിലും ഭൂതമില്ലല്ലോ. ആരോടെങ്കിലും മനസ്സ് യോജിപ്പിച്ചുവെങ്കിൽ, ആശ്ലേഷിച്ചുവെങ്കിൽ
നഷ്ടത്തിൻ്റെ കണക്കിലേക്ക് പോയി എന്ന് മനസ്സിലാക്കൂ. അവരുടെ മുഖം കാണുന്നത് പോലും നല്ലതായി തോന്നുന്നില്ല. അവർ തൊട്ടുകൂടാത്തവരെ പോലെയാണ്, സ്വച്ഛമല്ല. ഞാൻ തൊട്ടുകൂടാത്തവനാണ് എന്ന് ഉള്ളിൽ മനസ്സ് നീറുന്നു. ബാബ പറയുന്നു, ദേഹസഹിതം എല്ലാം മറന്നേക്കൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ അവസ്ഥ വയ്ക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ദേവതയാകുന്നത്. അപ്പോൾ യാതൊരു ഭൂതവും വരാൻ പാടില്ല. മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ പരിശോധന നടത്തൂ. ധാരാളം പേരിൽ ക്രോധമുണ്ട്. അധിക്ഷേപിക്കാതെ ഇരിക്കാനും സാധിക്കില്ല. പിന്നെ വഴക്ക് നടക്കുന്നു. ക്രോധം വളരെ മോശമായതാണ്. ഭൂതങ്ങളെ ഓടിച്ച് പൂർണ്ണമായും ക്ലിയർ ആകണം. ശരീരം ഓർമ്മ പോലും വരരുത്. അപ്പോൾ ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നു. അതിനാൽ അഷ്ടരത്നങ്ങളാണ് പാടപ്പെടുന്നത്. നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ ലഭിക്കുന്നു, രത്നം ആകുന്നതിനു വേണ്ടി. ഭാരതത്തിൽ 30 മുക്കോടി ദേവതമാർ ഉണ്ടായിരുന്നതായി പറയുന്നു. എന്നാൽ അതിലും 8 രത്നങ്ങളാണ് പാസ് വിത്ത് ഓണർ ആകുന്നത്. അവർക്ക് തന്നെയാണ് പ്രൈസ് ലഭിക്കുന്നത്, സ്കോളർഷിപ്പ് ലഭിക്കുന്നത് പോലെ. നിങ്ങൾക്കറിയാം, ലക്ഷ്യം വളരെ വലുതാണ്. നടന്ന് നടന്ന് വീണു പോകുന്നു. ഭൂതത്തിൻ്റെ പ്രവേശനമുണ്ടാകുന്നു. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതേയില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ഡ്രാമയുടെ ചക്രം തിരിയേണ്ടതാണ്. നിങ്ങൾക്കറിയാം, 5000 വർഷത്തിൽ എത്ര മാസം, എത്ര മണിക്കൂർ, എത്ര സെക്കൻഡ് ഉണ്ട് എന്ന്. ആരെങ്കിലും കണക്കെടുക്കുകയാണെങ്കിൽ എടുക്കാൻ സാധിക്കും. പിന്നെ ഈ വൃക്ഷത്തിലും ഇത് എഴുതാം. കൽപ്പത്തിൽ ഇത്രയും വർഷങ്ങൾ, ഇത്രയും മാസങ്ങൾ, ഇത്രയും ദിവസം, ഇത്രയും മണിക്കൂർ, ഇത്രയും സെക്കൻഡ് ഉണ്ട് എന്ന്. മനുഷ്യർ പറയും. ഇവർ പറയുന്നത് തീർത്തും ആക്യുറേറ്റ് ആണ്. 84 ജന്മങ്ങളുടെ കണക്ക് പറയുന്നു. അപ്പോൾ കൽപ്പത്തിൻ്റെ ആയുസ് എന്തുകൊണ്ട് പറയുന്നില്ല? കുട്ടികൾക്ക് മുഖ്യമായ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് വിധേനയും ഭൂതങ്ങളെ ഓടിക്കണം. ഈ ഭൂതങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ സത്യനാശം ഉണ്ടാക്കി. എല്ലാ മനുഷ്യനിലും ഭൂതം തീർച്ചയായും ഉണ്ട്. ഭ്രഷ്ടാചാരത്തിലൂടെയുള്ള ജന്മം തന്നെയാണ്. അവിടെ ഭ്രഷ്ടാചാരം ഉണ്ടായിരിക്കുന്നില്ല. രാവണനേ ഇല്ല. രാവണനെയും ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ രാവണൻ്റെ മേൽ ജയം നേടുന്നു. പിന്നെ രാവണൻ ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യൂ. ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബയുടെ സമ്പത്ത് തീർച്ചയായും ലഭിക്കേണ്ടതാണ്. നിങ്ങൾ എത്ര തവണ ദേവതയാകുന്നു, എത്ര തവണ അസുരനാകുന്നു, അതിൻ്റെ കണക്കെടുക്കാൻ സാധിക്കില്ല. എണ്ണമറ്റ തവണ ആയിട്ടുണ്ടാകും. ശരി കുട്ടികളെ, ശാന്തിയിലിരിക്കൂ. അപ്പോൾ ഒരിക്കലും ക്രോധം വരികയില്ല. ബാബ ഏതൊരു ശിക്ഷണം നൽകുന്നോ അതിനെ പ്രാവർത്തികമാക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സ്വയം തന്നോട് ചോദിക്കണം, എന്നിൽ ഏതെങ്കിലും ഭൂതമില്ലല്ലോ? കണ്ണുകൾ ക്രിമിനൽ ആകുന്നില്ലല്ലോ? ഉച്ചത്തിൽ സംസാരിക്കുന്നതിൻ്റെയും അശാന്തി പരത്തുന്നതിൻ്റെയും സംസ്കാരം ഇല്ലല്ലോ? ലോഭത്തിൻ്റെയും മോഹത്തിൻ്റെയും വികാരം ശല്യം ചെയ്യുന്നില്ലല്ലോ? ഏതെങ്കിലും ദേഹധാരിയോട് മനസ്സ് യോജിപ്പിക്കരുത്. ദേഹസഹിതം സർവ്വതും മറന്ന് ഓർമ്മയുടെ യാത്രയിലൂടെ സ്വയം തന്നിൽ ആത്മീയ ബലം നിറയ്ക്കണം. ഒരു തവണ ഭൂതങ്ങളെ ഓടിച്ച് പകുതി കൽപ്പത്തേക്ക് മുക്തി നേടണം. വരദാനം. ഈശ്വരീയ നിയമത്തെ മനസ്സിലാക്കി വിധിയിലൂടെ സിദ്ധി പ്രാപ്തമാക്കുന്ന ഫസ്റ്റ് ഡിവിഷൻ്റെ അധികാരിയായി ഭവിക്കട്ടെ. ഒരു ചുവടിൻ്റെ ധൈര്യമുണ്ടെങ്കിൽ കോടി ചുവടുകളുടെ സഹായമുണ്ട്. ഡ്രാമയിൽ ഈ നിയമത്തിൻ്റെ വിധി അടങ്ങിയിട്ടുണ്ട്. അഥവാ ഈ വിധി നിയമത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും വിശ്വത്തിൻ്റെ ആദ്യത്തെ രാജാവായി മാറിയേനെ. നമ്പർ വൈസ് ആകുന്നതിൻ്റെ നിയമം ഈ വിധി കാരണം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര ആഗ്രഹിക്കുന്നുവോ ധൈര്യം വയ്ക്കൂ, സഹായം നേടൂ. സറണ്ടർ ആയവരായാലും പ്രവൃത്തിയിൽ ഉള്ളവരായാലും
അധികാരം സമാനമാണ്. എന്നാൽ വിധിയിലൂടെയാണ് സിദ്ധി. ഈ ഈശ്വരീയ നിയമത്തെ മനസ്സിലാക്കി അലക്ഷ്യത്തിൻ്റെ ലീലയെ സമാപ്തമാക്കൂ. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ്റെ അധികാരം ലഭിക്കും. സ്ലോഗൻ: സങ്കല്പങ്ങളുടെ ഖജനാവുകളെ പ്രതി ഇക്കോണമിയുടെ അവതാരമാകൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാനസൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു.
ബാപ്ദാദയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശ രശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു.
കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാവയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.